ഓം ശ്രീ മഹാഗണപതേ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 1 മൂന്നാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 1 ശ്ലോകം 3. സത്വം യത് പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തൽസ്വച്ഛത്വാദ്യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഈ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് പറയാനും കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും ഒന്ന് ശ്രമിക്കാം. അതായത്, നമ്മൾ മനുഷ്യർ എല്ലാവരും ത്രിഗുണങ്ങൾ ഉള്ളവരാണ്. ത്രിഗുണങ്ങൾ എന്ന് വെച്ചാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇവയാണ്. എല്ലാവരിലും ഈ 3 ഗുണങ്ങളും കൂടിക്കലർന്നിരിക്കുന്നുവെങ്കിലും ഇതിൽ ഏതു ഗുണമാണ് ഒരാളിൽ കൂടുതലായി ഉള്ളത് എന്നതിനനുസരിച്ച് അയാളുടെ സ്വഭാവവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സത്വഗുണം കൂടുതലായി ഉള്ളവർ സാത്വികർ ആയിരിക്കും. അവരിൽ എല്ലാവിധ നന്മ, ദയ, ഈശ്വരീയത, ആത്മീയത തുടങ്ങിയ എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടായിരിക്കും. ഇവർക്ക് സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ കുറവായിരിക്കും. ആത്മീയ ആചാര്യന്മാർ, മുനിമാർ, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഒക്കെ സത്വഗുണം കൂടുതൽ ഉള്ളവർ ആയിരിക്കും. എങ്കിലും ഇവരിലും മറ്റു 2 ഗുണങ്ങളായ രജതമോ ഗുണങ്ങളും ചെറിയ അളവിൽ ഉണ്ടായിരിക്കും. ഇനി രജോ ഗുണം കൂടുതലായി ഉള്ളവർ തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി സദാ കർമ്മനിരതരായിരിക്കും, ഉത്സാഹമുള്ളവരുമായിരിക്കും. ഇവരിലും മറ്റു 2 ഗുണങ്ങളായ സത്വ തമോ ഗുണങ്ങളും ചെറിയ അളവിൽ കലർന്നിരിക്കും. തമോ ഗുണം കൂടുതലായി ഉള്ളവരാണെങ്കിലോ അലസന്മാരും ദുർമാർഗികളും, പ്രയത്നിക്കാൻ മടിയുള്ളവരും, എന്നാൽ തനിക്കെല്ലാം വേണമെന്നുള്ളവരും, അതിനുവേണ്ടി മറ്റുള്ളവരെ എന്ത് ദ്രോഹം ചെയ്യാനും മടിയില്ലാത്തവരും ആയിരിക്കും. ഇവരിലും മറ്റു 2 സത്വരജോ ഗുണങ്ങൾ ചെറിയ അളവിൽ കലർന്നിരിക്കും. എന്നാൽ പ്രത്യേകിച്ചൊരു രൂപമോ ഭാവമോ നിറമോ ഒന്നുമില്ലാത്ത പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാൻ ഒരു രൂപം സ്വീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഗുണം സ്വീകരിച്ചാൽ മാത്രമേ സഗുണ രൂപം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ ഈ 3 ഗുണങ്ങളിൽ നിന്ന് ശുദ്ധമായ സത്വഗുണം മാത്രം സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ശ്ലോകത്തിന്റെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം ഒന്ന് നോക്കാം. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. സത്വം ശുദ്ധമായ സത്വഗുണം, യത്തത് ഏതൊന്നാണോ അതുകൊണ്ട്, പരാഭ്യ മറ്റു 2 ഗുണങ്ങളുമായിട്ട്, അപരികലനതോ കൂടിക്കലരായിക കാരണം, നിർമ്മലം പരിശുദ്ധമായിരിക്കുന്നു, തേന താവത് അതുകൊണ്ട് തന്നെ, ഭൂതൈർ ഉണ്ടായതാണ്, ഭൂതേന്ദ്രിയൈ പരിശുദ്ധമായ പഞ്ചഭൂതങ്ങളാലും കർമ്മേന്ദ്രിയങ്ങളാലും ജ്ഞാനേന്ദ്രിയങ്ങളാലും, തേ അങ്ങയുടെ, വപു ദേഹം, ചിതി വപു ഇതി എന്ന് ദേഹം എന്ന്, ബഹുശ പല പ്രാവശ്യം, ശ്രൂയതേ കേട്ടിരിക്കുന്നുവല്ലോ വ്യാസവാക്യം വേദവ്യാസ മഹർഷി പറഞ്ഞത്. അതായത്, ശുദ്ധമായ സത്വഗുണം മറ്റു 2 ഗുണങ്ങളുമായി കൂടിക്കലരായക കാരണം തന്നെ പരിശുദ്ധമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളാലും പരിശുദ്ധമായിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളാലും ജ്ഞാനേന്ദ്രിയങ്ങളാലും ഉണ്ടായതാണ് അങ്ങയുടെ ഈ ദേഹം എന്ന് വേദവ്യാസ മഹർഷി പല പ്രാവശ്യം പുരാണങ്ങളിൽ പറഞ്ഞ് കേട്ടിരിക്കുന്നുവല്ലോ. ഇനി 3-4 വരികളുടെ അർത്ഥം നോക്കാം. തൽ സ്വച്ഛത്വാദ്യദച്ഛാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. തൽ അതിന്റെ, സ്വച്ഛത്വ പരിശുദ്ധി കൊണ്ട്, യത് ഏതൊന്നാണോ, അച്ഛാദിത മറവില്ലാത്ത അല്ലെങ്കിൽ സ്ഫടികതുല്യമായ, പരസുഖ പരമാനന്ദ സുഖം, ചിദ്ഗർഭ സച്ചിദാനന്ദത്തെ ഗർഭത്തിൽ വഹിക്കുന്ന, നിർഭാസരൂപം പ്രകാശ സ്ഫടികരൂപം,
അതേതാണോ തസ്മിൻ അതിൽ ധന്യാഹ പുണ്യാത്മാക്കൾ രമന്തേ ആനന്ദം കണ്ടെത്തുന്നു. ശ്രുതി മതിമധുരേ കേൾവിക്കും ബുദ്ധിക്കും മധുരമായതും സുഗ്രഹേ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആയ വിഗ്രഹേ വിഗ്രഹമാണ് തേ അങ്ങയുടേത്. ഏതൊന്നാണോ അതിന്റെ പരിശുദ്ധി കൊണ്ട് പരമാനന്ദ സുഖം നൽകുന്ന സച്ചിദാനന്ദത്തെ ഗർഭത്തിൽ വഹിക്കുന്ന സ്ഫടികതുല്യമായ നിർഭാസരൂപം ആയിരിക്കുന്നത്, അതിൽ പുണ്യാത്മാക്കൾ ആനന്ദം കണ്ടെത്തുന്നു. കേൾവിക്കും ബുദ്ധിക്കും മധുരമായതും എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ വിഗ്രഹമാണ് ഭഗവാനെ അങ്ങയുടേത്. ഇനി ഈ ശ്ലോകത്തിന്റെ മുഴുവനായ അർത്ഥമെന്ന് പറയാം. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഒരു സഗുണ രൂപം കൈക്കൊള്ളാൻ വേണ്ടി ത്രിഗുണങ്ങളിൽ നിന്ന് ശുദ്ധമായ സത്വഗുണം മാത്രം സ്വീകരിച്ചതിനാൽ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ പഞ്ചഭൂതങ്ങളെ കൊണ്ടും നിർമ്മലമായ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടും ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും ഉണ്ടായതാണ് അവിടുത്തെ ഈ ദേഹം എന്ന് വേദവ്യാസ മഹർഷി പുരാണങ്ങളിൽ പലതവണ പറഞ്ഞു കേട്ടിരിക്കുന്നുവല്ലോ. അങ്ങനെയുള്ള ആ ശുദ്ധ സത്വഗുണത്തിന്റെ പരിശുദ്ധി കൊണ്ട് രൂപമെടുത്ത സ്ഫടികതുല്യ രൂപമായതുകൊണ്ട് ഒരു വൃത്തിയുള്ള സ്ഫടിക പാത്രത്തിനുള്ളിലുള്ള വസ്തുവിനെ പുറത്തുനിന്നും എങ്ങനെ നമുക്ക് തെളിഞ്ഞു കാണുന്നുവോ അതുപോലെ പരിശുദ്ധമായ ഗുരുവായൂരപ്പ വിഗ്രഹത്തിനുള്ളിൽ പരബ്രഹ്മം എന്ന പരമാനന്ദ സുഖം നൽകുന്ന സച്ചിദാനന്ദം പ്രകാശിക്കുന്നു. കേൾവിക്കും മനസ്സിനും മധുരം നൽകുന്നതും ഭക്തർക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതുമായ കോമള വിഗ്രഹമാണ് ഭഗവാനെ അങ്ങയുടേത് എന്നാണ് മേൽപ്പത്തൂർ ഈ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകവും അതിന്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം